Hey guys, welcome to our channel. ഇന്നൊരു കുട്ടി ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. എനിക്ക് ഈ വ്ളോഗ് എടുത്ത് വലിയ പരിചയമൊന്നുമില്ല. ആൻഡ് ഇപ്പോൾ എനിക്ക് അതിനേക്കാളും പ്രയാസമായി തോന്നുന്നത് ഇതിന് വോയിസ് ഓവർ കൊടുക്കാനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞി കൺമണിക്ക് ഇത് 2 വയസ്സായിട്ടുണ്ട്. ദിവസം ഇത്ര പെട്ടെന്നാണല്ലേ കടന്നു പോകുന്നത്. ആളെ കയ്യിൽ എനിക്ക് ആദ്യമായി കൊണ്ട് തന്നതും ഓർമ്മയുണ്ട്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് ഇത് 2 വയസ്സായിട്ടുണ്ട്. ടൈം ഫ്ലൈസ് എന്നൊക്കെ ഉള്ളത് അവൾ വന്നതിന് ശേഷമാണ് കേട്ടോ കറക്റ്റായിട്ട് മനസ്സിലാവാൻ തുടങ്ങിയത്. ആളുടെ ബർത്ത്ഡേ ഡെക്കറേഷൻസ് ഒക്കെ ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് റോസ് ബൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സംഗതി വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷെ നല്ല രീതിയിൽ ടൈം കൺസ്യൂമിങ്ങും ആണ്. എങ്കിലും ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് മൊത്തത്തിൽ ചെയ്തു വന്നപ്പോൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആളുടെ ഡ്രസ്സിലും കൂടെ ഒന്ന് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 4 മണിയെങ്ങാണ്ടായപ്പോൾ ഞാൻ എണീറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ്. ഒരു 5:30-6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നു ഒത്തിരി ഫ്ലവേഴ്സൊക്കെ കിട്ടിക്കാണുന്നു. അത്രയൊന്നുമില്ല, ഒരു 4-5 ആണ് ചെയ്തെടുത്തത്. എന്നിട്ട് ഞാൻ കരുതി കുറച്ച് പ്രകൃതിയൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി ഞാൻ കഥ തുറന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ വീട്ടിലില്ലേ, നമുക്കിരിക്കുമ്പോൾ ഭയങ്കര സമാധാനമാണ് കേട്ടോ. കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, എത്ര നേരം വേണോ നമുക്കങ്ങ് ആസ്വദിച്ചിരുന്നു പോകും. ബട്ട് എനിക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഓൾമോസ്റ്റ് കഷ്ടിച്ചൊരു 3-4 മാസമാണ് ഞാൻ കണ്ടിന്യൂസ്ലി ഇവിടെ നിന്നിട്ടുള്ളത്. ആൻഡ് ആ സമയത്ത് മോൾക്കൊരു 4-5 മാസമായിരുന്നു. അപ്പം നമുക്കറിയാമല്ലോ, ആ ഒരു സമയത്ത് പ്രകൃതി ഒന്നും ആസ്വദിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലായിരിക്കില്ലല്ലോ നമ്മൾ. എന്തായാലും വല്ലപ്പോഴും ഒക്കെ കിട്ടുന്നൊരു അവസരം ആയതുകൊണ്ട് ഞാൻ കിട്ടിയ സമയം പാഴാക്കിയിട്ടില്ല. കുറച്ചു നേരം ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ദിവസം ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. രാവിലെ തന്നെ ഹസ്ബൻഡ് അനിയൻ്റെ ഭാവിക്ക് ചോറൂണുണ്ടായിരുന്നു. അനന്തങ്കാട് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് ഒരു മണിക്കൂർ ട്രാവൽ ഉണ്ട്. സോ മോളെ ഞാൻ രാവിലെ തന്നെ ഒരുക്കി അച്ഛൻ്റെ കയ്യിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ രാജകുമാരി എങ്ങനെയൊക്കെ നമ്മൾ നിർബന്ധിച്ചിട്ട് ഫോട്ടോസിലൊന്നും വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ അവളെ മാറ്റി നിർത്തി നമ്മളെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ സോളോ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, ഇതൊരു സാരിയാണ്. ഓൾമോസ്റ്റ് 2 വർഷം എങ്ങാണ്ടായിട്ടുണ്ട് ഞാൻ ഈ ഒരു സാരി എടുത്തിട്ട്. ഇതിൻ്റെ കൂടെ ആദ്യം റെഡ് കളർ ധാവണിയായിരുന്നു ഞാൻ പെയർ ചെയ്തിരുന്നത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് ഇത് പെയർ ചെയ്തപ്പോൾ എനിക്ക് അതിനേക്കാൾ കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആറ്റുകാൽ ക്ഷേത്രത്തിലും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അല്ലെങ്കിൽ തന്നെ അമ്പലത്തിൽ ഞാൻ അധികം വീഡിയോസ് എടുക്കാറുമില്ല. പിന്നെ ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പെർമിഷനും ഇല്ല. അത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനി വീട്ടിൽ ചെന്നിട്ടാണ് ബാക്കി പരിപാടി. ഫുൾ വളരെ കുഞ്ഞു ഫംഗ്ഷനാണ്. എൻ്റെ പാരൻസ്, ഹസ്ബൻഡിൻ്റെ പാരൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഞങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലുള്ള എല്ലാവരും കുക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച സമയത്തേക്ക് എല്ലാം തന്നെ പ്രിപ്പയർ ആയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറ്, ചിക്കൻ കറി, ബീഫ് റോസ്റ്റ്, സാലഡ്, പുതിന ചട്നി, ഐസ്ക്രീം, കേക്ക്, ഇതൊക്കെയായിരുന്നു ഫുഡ് ഐറ്റംസ്. എനിക്ക് ഫുള്ളായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവിടെ നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്പിംഗ്സ് മാത്രമാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഫുഡ് കംപ്ലീറ്റ്ലി പ്രിപ്പയർ ചെയ്ത് ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഇളയ അനിയനാണ്. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ഒരു 5 വർഷമായിട്ടുണ്ടെങ്കിലും ആൾ ഇത്രയും നല്ലൊരു കുക്കാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എനിക്ക് ബോയ്സ് കുക്ക് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുക്ക് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അവരുടെ ഒരു ഹെൽപ്പ് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എനിക്കായാലും ഹസ്ബൻഡിനായാലും ഒത്തിരി റിലേറ്റീവ്സ് ഉണ്ട്. എന്നാലും ആളുടെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ വളരെ സിമ്പിളായിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തത്. എൻ്റെ പാരൻസിൻ്റെ സിബ്ലിങ്സും അവരുടെ മക്കളും ഹസ്ബൻഡിൻ്റെ പാരൻസിൻ്റെ സിബ്ലിങ്സും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഹൗസ് വാമിങ് ആയാലും കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയാലും എല്ലാം വളരെ ചെറിയൊരു ഫംഗ്ഷനായിട്ടായിരുന്നു എടുത്തിരുന്നത്. മേ ബി ഫ്യൂച്ചറിൽ കുറച്ചും കൂടെ ഗ്രാൻഡായിട്ട് എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ നമുക്ക് നടത്താൻ സാധിക്കട്ടെ. എനിക്കിഷ്ടമാണ് കേട്ടോ, അത്യാവശ്യം എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് നല്ല ഗ്രാൻഡായിട്ടൊരു ഫംഗ്ഷൻ നടത്തുക എന്നത്. ആൻഡ് ഫ്യൂച്ചറിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത് സാധിക്കട്ടെ. പിന്നെ എൻ്റെ പാരൻസിന് പോകേണ്ടതുള്ളതുകൊണ്ട് ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഹറിവറിയിൽ ഞാൻ ആരും കഴിക്കുന്ന വീഡിയോസോ അല്ലെങ്കിലും പൊതുവേ ഞാൻ കഴിക്കുന്ന വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല. എങ്കിലും എനിക്ക് ഞാൻ കഴിക്കുന്ന പ്ലേറ്റിൽ ഫുൾ അറേഞ്ച് ചെയ്തിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് ഫുൾ തിരക്കിൽ അത് ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി. ആൻഡ് ഇതാണ് എൻ്റെ ഫാമിലി. ഇതാണ് എൻ്റെ അമ്മുമ്മ, അമ്മയുടെ അമ്മയാണ്. ആളാണ് എൻ്റെ പ്രഗ്നൻസിയിൽ ത്രൂ ഔട്ട് എന്നെ ടേക്ക് കെയർ ചെയ്തത്. വിച്ച് മീൻസ് നമ്മൾ വീട്ടിൽ 7-ാം മാസത്തിൽ പോയി നിൽക്കില്ലേ, ആ ഒരു സമയം തൊട്ട് ഫുള്ളി എന്നെ ടേക്ക് കെയർ ചെയ്ത ആളാണ്. അമ്മുമ്മ ഉള്ളതുകൊണ്ട് തന്നെ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ആ സമയം തൊട്ടാണ് എൻ്റെ അമ്മ ലീവ് എടുത്തത്. അതുവരെ എൻ്റെ അമ്മയ്ക്ക് ഓഫീസിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ അമ്മ എന്നെ നോക്കിയതിനേക്കാൾ കൂടുതൽ അമ്മുമ്മയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഇപ്പോഴും ഞാൻ എപ്പോൾ വീട്ടിൽ വന്ന് നിന്നാലും അമ്മ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ വാവയുടെ ഏതൊരു ഫംഗ്ഷനും ഞാൻ അമ്മമ്മയെ
വല്യമ്മയെ വിളിക്കാറുമുണ്ട്. ആൻഡ് ഇത് എൻ്റെ സ്വന്തം അനിയൻ എന്ന് പറയാൻ തന്നെയാണ് എനിക്കിഷ്ടം. ബട്ട് വല്യമ്മയുടെ മോനാണ്. ഞങ്ങളെല്ലാവരും ഒരു ഫാമിലിയെ പോലെ തന്നെയാണ് കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ അനിയൻ, വല്യമ്മയുടെ മോൻ അങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. പൊതുവേ എൻ്റെ ചേച്ചി, എൻ്റെ അനിയൻ, എൻ്റെ അനിയത്തി എന്നൊക്കെ തന്നെയാണ് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളത്. ആൻഡ് ഇത് അച്ഛൻ്റെ അനിയനും മോളുമാണ്. ആൻഡ് അവർ നല്ലൊരു ക്യൂട്ട് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അങ്ങനെ വളരെ സന്തോഷമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നാളെ വരുന്നത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് അവിടെ നിന്നാണ് നാളെ ആഘോഷിക്കുന്നത്. സ്റ്റേ ട്യൂൺ ഫോർ മോർ. ബൈ ബൈ.